ഇപ്പോൾ ഈ മേയറുടെയും പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ആ യദു കൃഷ്ണ എന്നാണ് തോന്നുന്നു, KSRTC ബസ്സിൻ്റെ ഡ്രൈവർ, ഇവിടുത്തെ പരാജയത്തിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തോട് കാണിച്ച ആ ധിക്കാരമുണ്ടല്ലോ. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹൂ കെയർസ് എന്നുള്ള ചോദ്യമാണ്. അത് മേയർ അന്ന് തെരുവിൽ കാണിച്ച ആ ധാർഷ്ട്യം ഹൂ കെയർസ് എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. സമൂഹത്തോട് ഉള്ള ഒരു അവഗണനയുണ്ടല്ലോ. അതായത് ഈ അടിയന്തരാവസ്ഥയുടെ കാര്യം തന്നെ നമ്മൾ പറയുമ്പം അന്ന് ഈ നിർബന്ധിതമായിട്ടുള്ള ഒരു വന്ധ്യംകരണം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സമൂഹത്തോട് നമ്മൾ പറയുന്ന മറ്റൊരുപാട് അട്രോസിറ്റീസിന് മുകളിൽ ഒരു സമൂഹത്തെ മേടിച്ചിട്ട് യു ആർ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്യൂഡൽ ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ടൊരു ഫാക്ടറാണ്. ഇപ്പോൾ ആര്യയുടെ കേസിൽ അവരെ പോലെ വളരെ യങ്ങായിട്ടുള്ള ഒരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പാർട്ടി ഏറ്റെടുക്കുന്ന വേറെ ഒരു വലിയ ഉത്തരവാദിത്വവും കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവരെ ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവർ അത് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ വന്നിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇത് തുടർന്നു.